ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിനിടെ യുവാക്കൾ മോശം വാക്കുകൾ ഉപയോഗിച്ചെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം അധിക്ഷേപങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും വഴിതെറ്റിയവരെ നമുക്ക് നേരായ വഴിയിലേക്ക് നയിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം. ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു വീഡിയോയാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഭാരതത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, അധിക്ഷേപങ്ങൾ ഒന്നിനും പരിഹാരമല്ല, കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ജന്തർ മന്ദിറിൽ കുട്ടികൾ മോശം വാക്കുകൾ ഉപയോഗിച്ചു, ചീത്ത വിളിച്ചു. തെറ്റായ വഴിയിൽ സഞ്ചരിക്കാതെ വിദ്യാർത്ഥികളെ നേർവഴിയിൽ നടത്താം, കുട്ടികളെ നേരെയാക്കാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുറച്ച് വികാരാധീനനായാണ് നരേന്ദ്രമോദി ആ വീഡിയോയിൽ കാണപ്പെടുന്നത്. ചെറിയ പ്രായത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം, കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ടത് നമ്മളാണെന്നും അത് തിരുത്താൻ ഇനിയും അവസരമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അപകീർത്തികരമായ പരാമർശങ്ങളിൽ താൻ മാപ്പ് നൽകുകയാണെന്നും മോദി പറഞ്ഞു. അതേസമയം പ്രധാനമന്ത്രിയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുമായി കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ രംഗത്ത് വന്നു. റീൽസിൽ മാത്രമാണോ മാപ്പ് നൽകുന്നതെന്നും കേസുകൾ പിൻവലിക്കുമോ എന്നും ദീപ്കെ ചോദിക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത യുവതിക്കെതിരെ കേസെടുത്തതിൽ വിമർശനവുമായി അഭിജിത്ത് ദീപ്കെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. ബി.ജെ.പി. നേതാക്കൾക്കോ അവരുടെ IT സെല്ലിനെതിരെയോ അവരുടെ വൃത്തികെട്ട പരാമർശങ്ങളുടെ പേരിലോ ഇതുവരെ കേസെടുത്തിട്ടില്ലല്ലോ എന്ന് അഭിജിത്ത് ദീപ്കെ പറയുന്നു. ഒരു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അഭിജിത്തിന്റെയും പ്രതികരണം. അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് നിങ്ങൾ കേസുകൾ എടുക്കുന്നുണ്ട് എങ്കിൽ വർഷങ്ങളായി ഓൺലൈനിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്ന ബി.ജെ.പി. IT സെല്ലിനെതിരെ എന്ന് കേസെടുക്കും? ഇതാണ് അഭിജിത്ത് ചോദിച്ചത്. ബി.ജെ.പി. IT സെല്ലിലെ ആളുകൾക്ക് സ്ത്രീകളെ ഒരു തരത്തിലുള്ള ബഹുമാനവുമില്ലെന്ന് പറഞ്ഞ അഭിജിത്ത് അവർ പ്രധാനമന്ത്രിയെ പിന്തുടരുന്നു എന്ന് അഭിമാനത്തോടെ അവരുടെ ബയോയിൽ എഴുതുന്നു എന്നും പറഞ്ഞു. ഇത്തരം ആളുകൾ സ്ത്രീകളെ മോശം ഭാഷയിൽ നിരവധി തവണ അധിക്ഷേപിച്ചെന്നും അവർക്കെതിരെ എന്ത് കേസെടുത്തെന്നും അദ്ദേഹം ചോദിച്ചു. ബി.ജെ.പി. പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പേരിലാണ് 25-കാരിക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തത്. നോയിഡ സ്വദേശി രുചിക സിംഗിനെതിരെയാണ് കേസെടുത്തത്. ഗാസിയാബാദ് സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത്. ബി.ജെ.പി. MP രമേശ് ബിധുരി മറ്റൊരു MP-ക്കെതിരെ ഉപയോഗിച്ച പദങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒരു NRI ക്യാമറ പേഴ്സണെതിരെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോശം ഭാഷ ഉപയോഗിച്ചതിന്റെ വീഡിയോ ഇവിടെ തന്നെയുണ്ട്. ഈ രാജ്യത്ത് എന്താണ് ശരിക്കും നടക്കുന്നത്? 2 തരം നിയമങ്ങൾ ഇവിടെയുണ്ടോ? യുവാക്കൾക്ക് ഒരു നിയമം, ബി.ജെ.പി. നേതാക്കൾക്കായി മറ്റൊരു നിയമം എന്നും അഭിജിത്ത് ചോദിക്കുന്നു.